അവഗണനയിൽ ദുരിതം പേറി നിന്നിരുന്ന ഓവുചാലിന് പുനർജന്മം നൽകാൻ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ശ്രമദാനം ആരംഭിച്ചു. ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ പെരുമ്പള്ളി വാർഡിലാണ് മഴവെള്ളം കുത്തിയൊഴുകിയെത്തി ഓവുചാൽ അടയുകയും പ്രദേശവാസികൾക്ക് ദുരിതമാവുകയും ചെയ്തത്. വർഷങ്ങളായി ഇടവഴിയിൽ നിന്നും PWD റോഡിലേക്ക് വെള്ളം കുത്തിയൊഴുകി ഓവുചാൽ അടഞ്ഞതുമൂലം കല്ലും മണ്ണും ഉൾപ്പെടെ ചെളിവെള്ളം കുത്തിയൊഴുകി പ്രദേശത്തെ ആളുകളുടെ വീട്ടുകിണറ്റിലും പറമ്പിലുമായി ദുരിതം തുടരുകയാണ്. മണിപ്പാറ വാർഡിലെ കരുമാങ്കയം വട്ട്യാന്തോട് റോഡിലാണ് ഇത്തരത്തിൽ മണ്ണ് നിറഞ്ഞ് മഴവെള്ളം റോഡിലേക്ക് ഒഴുകുന്നത്. സ്വകാര്യ വ്യക്തികളുടെ പറമ്പിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം PWD റോഡിലേക്ക് ഒഴുകി റോഡിൽ കല്ലും മണ്ണും നിറഞ്ഞ സ്ഥിതിയാണ് ഉള്ളത്. കൂടാതെ റോഡിൽ ചരൽ നിറഞ്ഞതുമൂലം ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ തെന്നി വീഴുന്നതും പതിവാവുകയാണ്. റോഡിലൂടെ പരന്നൊഴുകുന്ന വെള്ളം സമീപത്തെ കോഴിപ്പറമ്പിൽ ശാന്ത എന്നിവരുടെ വീട്ടുകിണറ്റിൽ എത്തുകയും കുടിവെള്ളം മലിനപ്പെടുകയും ചെയ്യുന്നുണ്ട്. നിരവധി തവണ അധികൃതർക്ക് മുമ്പിൽ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ ആവശ്യം ഉയർത്തിയിരുന്നു. പരിഹാരം ലഭിക്കാത്തതിനെ തുടർന്ന് പ്രദേശവാസികളും കോൺഗ്രസ് പെരുമ്പള്ളി ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുമായി അടഞ്ഞുകിടന്ന ഓവുചാലുകൾ തുറന്ന് മണ്ണ് നീക്കം ചെയ്ത് നവീകരിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു. ഇരിക്കൂർ ബ്ലോക്ക് മെമ്പർ മേഴ്സി തുരുത്തൽ, കോൺഗ്രസ് പെരുമ്പള്ളി ബൂത്ത് പ്രസിഡന്റ് ജൂണോ തണങ്ങാട്ട്, വാർഡ് വികസന ചെയർമാൻ തോമസ് കരിമ്പന, ബ്ലോക്ക് സെക്രട്ടറിമാരായ ബെന്നി കരിമാലൂർ, MK രാജൻ, ബെന്നി ആഞ്ഞിലത്തോപ്പിൽ, ലീഗ് നേതാവായ മുജീബ് CA, പ്രദേശവാസികളായ CH മൈമൂദ്, പോൾസൺ പുളിക്കക്കണ്ടത്തിൽ, ജോണി കാഞ്ഞിരത്താങ്കുന്നൽ, ഷുക്കൂർ CH എന്നിവർ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകി. PWD റോഡ് ആയതിനാൽ ഓവുചാൽ കോൺക്രീറ്റ് ചെയ്ത് മഴവെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. നിലവിൽ ഇത് PWD റോഡാണ്. അപ്പം പഞ്ചായത്ത് ഇതുവരെ ഒരു കാര്യം പറഞ്ഞാൽ PWD റോഡാന്ന് പറഞ്ഞ് അങ്ങ് പോക്കാണ്. ഒരു വഴിപാട് പോലെ വർഷങ്ങളിൽ ഒരു പേച്ച് വർക്ക് നടത്തി അതിൻ്റെ കോൺട്രാക്ടർമാരും അവരും മാത്രം അറിയുന്നൊരു കേസുകളാണ്. നാട്ടുകാരോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കമ്മിറ്റിക്കാരോ അറിയുന്നൊരു കേസുകളൊന്നുമല്ല. ഇതിപ്പം ഒരേ വർഷമായിട്ട് ഈ ദുരിതം ഞങ്ങൾ അനുഭവിക്കാം. ഈ വെള്ളവും ചരലൊക്കെ പോയിട്ട് അവിടെ നമ്മളൊരു ശാന്തേച്ചിയുണ്ട്. ശാന്തേച്ചിൻ്റെ മുറ്റത്തേക്കാണ് ഈ കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇതൊന്ന് ഓട വൃത്തിയാക്കാനോ അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളോ പഞ്ചായത്തിൽ നിരന്തരം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടും അതിനൊന്നും പ്രതിവിധി ഞങ്ങൾ കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും ഇപ്പം നാട്ടുകാരുടെ ശ്രമഫലമായി മാന്യനായ നമ്മളെ ബെന്നി, അതുപോലെ തന്നെ മേഴ്സി ചേച്ചി, അതുപോലെ തന്നെ ബെന്നിയൊക്കെ എല്ലാവരും ഉണ്ട്, ജൂണടക്കം എല്ലാവരും ഉണ്ട്. അവരൊക്കെ കൂടി മുൻപേ ഞങ്ങൾ പഞ്ചായത്ത് ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ടപ്പോൾ അതിന് ഫണ്ടില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ തന്നെ അത് മുൻകൈ എടുത്ത് ചെയ്യാനുള്ള ഈ വിഷമം ഈ പ്രയാസങ്ങളൊക്കെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുൻകൈ എടുത്ത് JCB കൂട്ടി ഈ സ്ലാബ് മാറ്റി ഞങ്ങൾ മണ്ണ് മാറ്റി ഇതിലൂടെ വെള്ളം വിടാനുള്ള ശ്രമമാണ് ഇപ്പോൾ നാട്ടുകാരായി ഞങ്ങൾ ചെയ്യുന്നത്. പൂർണ്ണ പിന്തുണ പ്രാദേശികമായ എല്ലാ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയൊക്കെ നേതാക്കന്മാർ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എങ്കിലും ഇതിനൊക്കെ കാതലായ ഒരു വശം എന്ന് വെച്ചാൽ ഗവൺമെൻറ് ഭാഗത്തുനിന്നോ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നോ ഒരു സ്ഥായിയായ ഒരു പ്രവർത്തനം നടന്നാൽ ഈ വെള്ളങ്ങളൊക്കെ ഞങ്ങൾക്ക് ഓടയിൽ കൂടി നടത്തി അത് പുഴയിലേക്ക് എത്തിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും പഞ്ചായത്ത് ഇത് വലിയൊരു മുഖവിലക്കെടുക്കണമെന്ന് വിദ്യാർത്ഥിയുമായി അഭ്യർത്ഥിക്കാം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായിട്ട് വീട് കയറുമ്പോൾ ഈ വീടുകളിലെ എല്ലാവരുടെയും വളരെ ദയനീയമായ ഒരു അവസ്ഥ. ഈ വെള്ളം ഒഴുകിച്ചേരുന്ന ഒരു വീട്ടമ്മയുടെ കിണറ്റിലേക്കാണ്. അവർ ഭയങ്കര ദയനീയാവസ്ഥകളും കാര്യങ്ങളൊക്കെ പറയുന്നു. പഞ്ചായത്തിന് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ PWD റോഡാണ്, അവർക്ക് പ്രത്യേകിച്ച് ഫണ്ടൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. എങ്കിലും ഞങ്ങൾ പെരുമ്പള്ളി ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും ലീഗിൻ്റെ എല്ലാ നേതൃത്വത്തിൽ ഞങ്ങൾ ഈ പരിപാടി സ്വന്തം ആയിട്ട് ഒരു പൊതുപ്പണിയായിട്ട് ഇത്തരത്തിൽ തീർത്ത് ആക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ബാക്കി പ്രവർത്തനങ്ങളൊക്കെ പഞ്ചായത്തോ PWD ആരെങ്കിലും ഏറ്റെടുത്ത് ചെയ്തു തന്നാൽ വളരെ ഉപകാരമായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. യൂത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞങ്ങളിൽ ഇവിടെ എല്ലാം വീട് കയറി ഇറങ്ങിയപ്പോൾ ഒരു വീട്ടമ്മയുടെ ശാന്ത ചേച്ചി എന്ന് പറയുന്ന ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സഹോദരി, അവരുടെ വീടിൻ്റെ മുറ്റത്തേക്ക് കുത്തി ഒഴുകി വരുന്ന മഴവെള്ളം അത് അവരുടെ കിണറ്റിലേക്കും വീണ് അവരുടെ മുറ്റമെല്ലാം നശിക്കുന്നു. അതിനൊരു പരിഹാരം കാണണം എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഈ PWD റോഡിൻ്റെ മുകളിൽ നിന്ന് കുറുകനെ വേറൊരു പോക്കറ്റ് റോഡുണ്ട്. ആ റോഡിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം മുഴുവനായിട്ടും പോകുന്നത് ഈ ടാറിംഗ് റോഡിലൂടെയാണ്. അങ്ങനെയാണ് ഈ റോഡിലെ വെള്ളം താഴെ ചെന്ന ശാന്തേച്ചിയുടെ വീട്ടിലോട്ട് എത്തുന്നത്. അതിനൊരു ശാശ്വത പരിഹാരം കാണാൻ PWDയിൽ പരാതിപ്പെട്ടു എങ്കിലും അത് നടന്നിട്ടില്ല. അവർ ഓരോ തടസ്സങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പെരുമ്പള്ളി വാർഡിൻ്റെ ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബൂത്ത് കമ്മിറ്റിക്ക് ഒരു വികസന സമിതി ഉണ്ട്. ആ വികസന സമിതിയുടെ നേതൃത്വത്തിൽ ജനകീയമായ ഒരു വർക്കാണ് ഇവിടെ ഇന്നിപ്പോൾ നടത്തുന്നത്. എല്ലാവരും ഈ പ്രദേശത്തെ ഒരുമാതിരി എല്ലാ തൊട്ട് ഗുണഭോക്താക്കളും ഇവിടെ ഇതിനു വേണ്ടി സഹകരിക്കുന്നുണ്ട്.
ഇപ്പോൾ ഈ സ്ലാബ് മാറ്റി സ്ലാബിനടിയിലൂടെ മണ്ണ് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ സ്ലാബ് മാറ്റി ആ സ്ലാബിൻ്റെ അടിയിൽ കിടക്കുന്ന മണ്ണ് മാറ്റിയിട്ട് വേണം ഈ PWD റോഡിൻ്റെ അരിയിൽ കൂടിയുള്ള കാന ശരിയാക്കുവാൻ. അപ്പോൾ നല്ലൊരു പണി ഇവിടെ വരുന്നുണ്ട്. അതിന് പഞ്ചായത്ത് തലത്തിൽ ഒരു ഫണ്ട് വെക്കുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടൊന്നാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചതുകൊണ്ടാണ് ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മയാൽ ഇത് നടത്തുന്നത്. അതിന് പ്രത്യേകമായി ഈ വാർഡ് കമ്മിറ്റിയെയും ബൂത്ത് കമ്മിറ്റിയെയും എല്ലാം ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഈ വർക്ക് ഇവിടെ ചെയ്താലും ഇതിനൊരു ശാശ്വത പരിഹാരം ആവശ്യമാണ് എന്ന് ഇവിടെ വന്ന് കണ്ടപ്പോൾ എനിക്കും തോന്നുന്നു. PWDയുമായി ഇടപെട്ട് ഈ റോഡിന്റെ ചുറ്റുമുള്ള ഓവുചാല് ഒരു കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണം എന്ന ഒരാവശ്യം PWDയിലേക്ക് ഞങ്ങൾ അപേക്ഷ കൊടുക്കുന്നതാണ്. എഞ്ചിനീയറിനെയൊക്കെ കണ്ട് ഇതിനൊരു പരിഹാരം കാണാനുള്ള ഒരു ശാശ്വത പരിഹാരം കാണാനുള്ള ഇടപെടൽ നടത്തുമെന്ന് ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട മുജീബ്, പ്രസിഡന്റ് ജൂണോ, മേഴ്സിച്ചി, രാജേഷ് ഉൾപ്പെടെയുള്ള നേതാക്കളെ നമുക്കറിയാം. പട്ടിയാന്തോട് മണിപ്പാറ റോഡാണിത്, കരിമാങ്ങയത്ത് ജംഗ്ഷനിൽ. അതുപോലെ പട്ടിയാന്തോട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ഒരു പഞ്ചായത്ത് റോഡുമായിട്ട് അവിടെ ഒരു ജംഗ്ഷനിൽ ഇതുപോലെ തന്നെ ഒരു പ്രശ്നമുണ്ട്. പണ്ട് തൊട്ടേ ഉള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ PWDയോട് പറയുമ്പോൾ ആ റോഡിൽ നിന്ന് വരുന്ന വെള്ളം മുഴുവൻ ഈ PWD റോഡിലേക്കാണ് വരിക. അപ്പോൾ മഴ പെയ്യുമ്പോൾ ഈ വെള്ളം മുഴുവൻ ഒലിച്ചു പോകാൻ സാഹചര്യമില്ലാത്ത കാനയിൽ സ്ലാബ് ഇട്ടിട്ടുണ്ടെങ്കിൽ സ്ലാബിനടിയിലേക്ക് മണ്ണ് വന്ന് നിറയുകയാണ്. അപ്പോൾ റോഡ് ഏകദേശം ലെവലാണ്. അപ്പോൾ അതുകൊണ്ട് ശാശ്വതമായ ഒരു പരിഹാരം കാണും. മെസ്സേജ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നല്ല PWD റോഡിൽ നല്ല ഒരു കാനയും ഓവുചാലുണ്ടാക്കി അതിലൂടെ ആ വെള്ളം വിട്ടെങ്കിൽ മാത്രമേ ഇവിടെയുള്ള ശാന്തേച്ചിയുടെ കാര്യം പ്രത്യേകം പറഞ്ഞു. പുള്ളിക്കാരത്തി മാത്രമായി താമസിക്കുന്നതാണ്. അവരുടെ കിണറ്റിലേക്ക് വീടിൻ്റെ മുറ്റത്തേക്കുമാണ് ഈ വെള്ളം മുഴുവൻ ഒഴുകി ചെല്ലുന്നത്. നമുക്കറിയാം, ഓരോ മഴ പെയ്യുമ്പോഴും അവർ വളരെ പരിഭ്രാന്തിയോടുകൂടിയും അവരുടെ കുടിവെള്ളത്തെ എല്ലാം ബാധിക്കുന്ന കേസാണ്. അതുകൊണ്ടാണ് ഇന്ന് പെരുമ്പള്ളി ബൂത്ത് കമ്മിറ്റിയും ഈ നാട്ടുകാരും എല്ലാം ഒറ്റക്കെട്ടായി ഈ ഒരു പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. എന്തായാലും ഞങ്ങൾ PWDയുമായി ബന്ധപ്പെട്ട ഈ റോഡിന് ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നതിന് മുന്നിട്ടിറങ്ങുമെന്നും കൂടി അഭ്യർത്ഥിച്ചിട്ടുണ്ട്.